കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട ചില പ്രധാന വിവരങ്ങളും ദൃശ്യങ്ങളും വരികയാണ്. ഉമാ തോമസ് എംഎൽഎക്ക് അപകടം സംഭവിച്ച ദൃശ്യങ്ങൾ പുറത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. വേദിയിൽ സ്ഥലമില്ലായിരുന്നു എന്ന ദൃശ്യങ്ങളിൽ വ്യക്തം. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അഭിലാഷ് നായരുണ്ട്. അഭിലാഷ്, ഇപ്പോൾ ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതിയും സാഹചര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ദൃശ്യം കണ്ടു നിൽക്കാൻ അല്പം പ്രയാസമുണ്ട്. പക്ഷേ എന്താണ്, എവിടെയാണ് വീഴ്ച എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ് അഭിലാഷ്? തീർച്ചയായിട്ടും നിമി, എന്താണ് അവിടെ സംഭവിച്ചത്, ഏത് തരത്തിലായിരുന്നു ആ സ്റ്റേജ് നിർമ്മാണം എന്നത് വളരെ വ്യക്തമായി ഈ ദൃശ്യങ്ങളടക്കം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഉമാ തോമസ് ആ വേദിയിലേക്ക് വരുന്നു, അവർ സീറ്റിൽ ഇരിക്കുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള മന്ത്രി സജി ചെറിയാനെ കണ്ട് അഭിവാദ്യം ചെയ്യാനായി എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുമ്പോഴാണ് വീഴുന്നത്. ഉമാ തോമസ് ഇരിക്കുന്ന കസേരയും നിന്നും ഏകദേശം ഒരടി പോലും ഇല്ല വീതി നടന്നു പോകാനുള്ള വഴി എന്ന് വളരെ വ്യക്തമാണ്. അവർ മുന്നോട്ട് പോകുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് വേച്ച് താഴോട്ട് പോകുന്ന ഒരു സാഹചര്യം. അവിടെ ബാരിക്കേഡുകൾ ഒന്നും തന്നെ ഇല്ല. ക്യൂ മാനേജർ മറിച്ച് അതിന്റെ മുകളിലേക്കാണ് ഉമാ തോമസ് വീഴുന്നത്. എത്രത്തോളം നിയമവിരുദ്ധമായിട്ടാണ്, ചട്ടലംഘനങ്ങൾ നടത്തിക്കൊണ്ടാണ് ആ വേദി നിർമ്മിച്ചത്, ആ സ്റ്റേജ് നിർമ്മിച്ചത് എന്ന് ഈ ദൃശ്യങ്ങളടക്കം തന്നെ വ്യക്തമാണ്. തൊട്ടടുത്ത ആരോ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യമാണ് ഇതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ ഇന്ന് പുറത്ത് വരുന്നത്. വലിയ തോതിൽ ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നു ഉണ്ട്. ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിന്റെ ഒരു നേർചിത്രം തന്നെ വ്യക്തമാക്കുന്നു. എത്രത്തോളം വീതി കുറവായിരുന്നു ആ തൊട്ട് മുമ്പിലുള്ള വഴി. അതിലൂടെ ഒരാൾക്ക് പോലും കൃത്യമായി നടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതിലൂടെയാണ് അവർക്ക് കടക്കാൻ നടന്നു പോകേണ്ടി വന്നത്. എത്രത്തോളം അപകടകരമായിട്ടാണ് ആ നിർമ്മാണം അവിടെ നടത്തിയത് എന്നത് വളരെ വ്യക്തമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന്. അഭിലാഷ്, ആ കസേര ഇട്ടതിന് മുൻപിൽ ഒരാൾ ഒരു കാലെടുത്ത് വെക്കാനുള്ള സ്ഥലം പോലും ഇല്ല അല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും മുമ്പിലേക്ക് ആ മുൻനിര കസേര കയറ്റിയിട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളടക്കം തന്നെ വ്യക്തമാണ്. അതിനുശേഷം അതിലൂടെ എങ്ങനെയാണ് ഒരാൾക്ക് നടന്നു പോകാൻ കഴിയുക? അവിടെ ക്യൂ മാനേജർ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ നടന്നു പോകുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. കാരണം തൊട്ടടുത്തൊരു വലിയ ഗർത്തം പോലെ തന്നെ കിടക്കുകയാണ്. അതിലൂടെ സാധാരണഗതിയിൽ തന്നെ ആർക്കും നടന്നു പോവുക സാധ്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഉമാ തോമസിനടക്കം തന്നെ അവിടെ അങ്ങനെയാണ് ആ നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം അവർ ആ വേദിയുടെ പുറകിൽ കൂടിയാണ് കടന്നു വരുന്നത്. അതിനുശേഷമാണ് അവർ മുൻനിരയിലേക്ക് ഇരിക്കുന്നത്. തന്റെ തൊട്ട് മുമ്പിൽ ഇത്തരത്തിലൊരു വലിയൊരു കുഴിയാണ് എന്നൊരു പക്ഷേ അവർ ഒട്ടും കരുതിയിട്ട് പോലും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വളരെ സാധാരണഗതിയിൽ ഇത്തരം ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘാടകർ അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാവും എല്ലാവരും കരുതുക. അതുകൊണ്ടാകാം ഉമാ തോമസും അത് കരുതിയില്ല. അവർ മന്ത്രി സജി ചെറിയാനും ഒപ്പം തന്നെ ADGP ശ്രീജിത്തും അവരെ കണ്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടക്കാനായി എഴുന്നേറ്റ് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എത്രത്തോളം അശ്രദ്ധമായിട്ടാണ് ആ നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. അത് മാത്രമല്ല, ഈ മുൻനിരയിലിരിക്കുന്ന VVIP എത്രത്തോളം മുമ്പിലേക്ക് കയറ്റി ഇരുത്തിയിരിക്കുന്നു. അതായത് ഈ തൊട്ട് താഴെ ഒരു വലിയ കുഴിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഈ സംഘാടകർ അവരെ ഏറ്റവും മുമ്പിലേക്കാണ് കയറ്റിയിരുത്തിയത്. അതിന് തൊട്ട് മുമ്പിൽ ഒട്ടും സ്ഥലമില്ല, ഒരടി പോലും സ്ഥലമില്ല എന്നതും ഈ ദൃശ്യങ്ങളടക്കം തന്നെ വ്യക്തമാണ്. വലിയ വീഴ്ച ഈ സംഘാടകരുടെ ഭാഗത്തുണ്ടായി. ഇത് നിർമ്മാണത്തിന്റെ മാത്രം വീഴ്ചയല്ല. കാരണം ഏറ്റവും പ്രമുഖരായ ആളുകളെ എത്രത്തോളം മുൻനിരയിലേക്ക് കയറ്റിയിരുത്തിയത് സ്വാഭാവികമായിട്ടും ചടങ്ങിന്റെ സംഘാടകരാണ്. അതുകൊണ്ട് ഇതൊരു ഏതെങ്കിലും ഒരു കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ പന്തൽ പണിക്കാർ ചെയ്ത ഒരു നിയമവിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനം അതിനപ്പുറത്തേക്ക് ഈ സംഘാടകർ തന്നെ ഏറ്റവും അപകടകരമായ രീതിയിലേക്ക് അവരെ പ്രധാനപ്പെട്ട ആളുകളെ ഏറ്റവും മുമ്പിൽ ഇരുത്തി എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് വളരെ കർശനമായ നടപടി സ്വാഭാവികമായി ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടി വരും. വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന ഈ ദൃശ്യങ്ങളടക്കം തന്നെ ഇപ്പോൾ വ്യക്തവുമാണ്.